27 അധ്യായം. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിന്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു. അവൻ യഹൂദാ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു. അമ്മോന്യർ അവന് ആ ആണ്ടിൽ തന്നെ 100 താലന്ത് വെള്ളിയും 10,000 കോർ കോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമ്മോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ യോഥാം തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല യുദ്ധങ്ങളും അവന്റെ പ്രവൃത്തികളും ഇസ്രായേലിലെയും യഹൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി.